ഹായ് ഹലോ മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു, ഹെൽത്തി ആയിരിക്കുന്നു വിശ്വസിക്കുന്നു. എന്താഗ്രഹത്തോടു കൂടിയാണോ നിങ്ങൾ എൻ്റെ വീഡിയോ ഓപ്പൺ ചെയ്തിരിക്കുന്നത്? സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവം നിങ്ങളുടെ ആഗ്രഹമെല്ലാം സാധിച്ചു തന്നതിനായി ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. ഓക്കെ, നമുക്ക് നോക്കാം നിങ്ങളുടെ ജീവിതത്തിൽ ഉടൻ സംഭവിക്കാൻ പോകുന്ന കാര്യം എന്താണ്. അഫർമേഷൻ ചെയ്യുക. ഓരോ വാക്കുകളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും എന്നുള്ള രീതിയിൽ മാത്രം എടുക്കുക, അഫർമേഷനായിട്ട് തന്നെ എടുക്കുക. ഓക്കെ, പ്ലീസ് കേഡ് മീ മദർ യൂണിവേഴ്സ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിൻ്റെ ജീവിതത്തിൽ ഉടൻ സംഭവിക്കുന്നതായിട്ടുള്ള കാര്യം എന്താണ്? പ്ലീസ് കേഡ് മീ മദർ യൂണിവേഴ്സ്. ഇവിടെ 6 ഓഫ് കപ്പിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയുമായി ഒരു കൂടിക്കാഴ്ച ഉണ്ടാകുന്നുണ്ട്. ഒരുപാട് വർഷമായിട്ട് നിങ്ങളുടെ മനസ്സിൽ സൂക്ഷിക്കുന്നതായിട്ടുള്ള ഒരു വ്യക്തി നിങ്ങളുമായിട്ട് ഒരു മീറ്റപ്പ് ഉണ്ടാകാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. പ്ലീസ് കേഡ് മീ മദർ യൂണിവേഴ്സ്. ഉടൻ സംഭവിക്കുന്ന കാര്യം. ഫാമിലിയിൽ വളരെയധികം സന്തോഷം കടന്നു വരുന്നു, ഒരു ഐക്യം കടന്നു വരുന്നു. പാരൻസിനെ കാണുവാനോ കുട്ടികളെ കാണുവാനോ ഒക്കെ നിങ്ങൾക്ക് ഭാഗ്യം ലഭിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾ സന്തോഷത്തോടു കൂടി പുറത്തു പോകുവാനും അതുപോലെ തന്നെ വീട് വയ്ക്കുന്നതിനോ പുതിയ വീട് വാങ്ങുന്നതിനോ വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നതായിട്ടും പുതിയ വീട് വാങ്ങുന്നതായിട്ടും ഒക്കെയുള്ള ഒരു എനർജി ഇവിടെ വന്നിരിക്കുന്നു. ഓക്കെ, പ്ലീസ് കേഡ് മീ മദർ യൂണിവേഴ്സ്. ഓക്കെ, നിങ്ങൾക്ക് പൈസ കൊടുക്കുവാനോ വാങ്ങുവാനോ ഉണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കൽ വാങ്ങലുമായി ബന്ധപ്പെട്ട് പണം എവിടെയെങ്കിലും കൊടുക്കാനോ വാങ്ങാനോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളിലേക്ക് വന്നു ചേരുന്നു. ഏതെങ്കിലും കേസുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് നീതിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കുറേ വർഷമായിട്ട് കുറേ നാളായിട്ട് നിങ്ങൾ അലഞ്ഞു തിരിയുകയാണെങ്കിൽ അതിലെല്ലാം നിങ്ങൾക്കൊരു ന്യായം ലഭിക്കുന്നതായി കാണുന്നു. നിങ്ങൾക്കൊരു ഓഫർ കടന്നു വരുന്നു. ചില സ്ഥലങ്ങളിൽ നിങ്ങൾ ഒരുപാട് നാളായിട്ട് നിങ്ങൾക്ക് ഭൂമിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ടോ നിങ്ങളുടെ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ടിട്ടോ നിങ്ങൾ യാചിച്ച് നിന്നിരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിലൊരു അനുഗ്രഹം കടന്നു വരുന്നു. 2 ഓഫ് കപ്പിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ട്വിൻ ഫ്ലെയിമിനെ നിങ്ങൾ കണ്ടെത്തുവാൻ പോകുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുകയും വിശ്വസിക്കുകയും അതുപോലെ തന്നെ ചില പ്രണയത്തിന് വേണ്ടി കാത്തിരിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വന്നു ചേരുന്നു. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും രീതിയിൽ ബ്ലോക്കേജുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ബ്ലോക്കേജ് മാറി നിങ്ങളിലേക്ക് വന്നു ചേരുന്നു. അസുഖ സംബന്ധമായിട്ട് എന്തെങ്കിലും രീതിയിൽ അസുഖം നിങ്ങളെ ബാധിച്ചിരുന്നു, ഒരുപാട് നാളായിട്ട് അതിൻ്റെ ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്തിട്ടും അതിലൊരു മാറ്റവും വരാതെ നിങ്ങൾ സ്റ്റക്കായി നിന്നിരുന്നുവെങ്കിൽ അതിലെല്ലാം ഒരു ഹീലിംഗ് ഇവിടെ സംഭവിക്കാൻ പോകുന്നു. ഇവിടെ ബ്ലോക്കായി നിൽക്കുന്ന നിങ്ങളുടെ ജോലി അതുപോലെ തന്നെ മണി ബ്ലോക്കേജ്, എന്തെങ്കിലും വാഹനങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ബ്ലോക്കേജ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങളുടെ ബ്ലോക്കേജ് പൂർണ്ണമായും ഇവിടെ മാറുന്ന ഒരു എനർജിയാണ് കാണുന്നത്. ഓവറോൾ എനർജി ബ്ലോക്ക് മാറുന്നു. നൈറ്റ് ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജിയാണ്. നിങ്ങൾക്ക് സ്റ്റക്കായി നിന്നിരുന്ന ചില സിറ്റുവേഷനിൽ നിന്നെല്ലാം നിങ്ങൾ മോചിക്കപ്പെടുന്നു എന്നുള്ള ഒരു എനർജിയിൽ കൂടിയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. ഉടൻ തന്നെ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് ഇവിടെ 6 ഓഫ് കപ്പിൻ്റെ എനർജി വന്നിരിക്കുന്നത്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ ജീവിതത്തിൽ സ്റ്റക്കായി നിന്നിരുന്ന ഏതോ ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ഏതോ ഒരു വ്യക്തി അൺകണ്ടീഷണൽ ആയിട്ടുള്ള സ്നേഹത്തോടു കൂടി നിങ്ങളിലേക്ക് കടന്നു വരുന്നു എന്നുള്ളതാണ്. ഓക്കെ, അത് നിങ്ങളുടെ ഫാമിലി ആകാം, ഫാമിലി ഫ്രണ്ട്സ് ആകാം, അല്ലെങ്കിൽ നിങ്ങൾ ഫാമിലിയോളം വാല്യൂ കൊടുത്തിരുന്ന ഒരു വ്യക്തിയാകാം. തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് കടന്നു വരും. നിങ്ങൾക്ക് വിശ്വസിക്കാം. നിങ്ങളെ ബ്ലോക്ക് ചെയ്തിരുന്ന അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു റിലേഷൻഷിപ്പിനെ അവസാനിപ്പിച്ച് നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ആ റിലേഷൻ നിങ്ങൾക്ക് തിരികെ ലഭിക്കുന്നു എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. പ്ലീസ് കേഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് 10 ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജി വന്നിരിക്കുന്നത്? 10 ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജി ഒരു ചാരിയേറ്റ് ആണ്. വിദേശത്തായിരിക്കുന്ന ചില വ്യക്തികൾ നാട്ടിലേക്ക് കടന്നു വരുന്നു, അല്ലെങ്കിൽ നാട്ടിൽ നിന്നും ചില വ്യക്തികൾ വിദേശത്തേക്ക് കടന്നു പോകുന്നു. ഒരു ചാരിയേറ്റാണ് വന്നിരിക്കുന്നത്. ഫാമിലിയുമായി ബന്ധപ്പെട്ട് ഫാമിലിക്ക് വേണ്ടി അധ്വാനിക്കുന്നതിന് വേണ്ടിയിട്ട്, സാമ്പത്തിക ഗ്രോത്തിന് വേണ്ടിയിട്ട്, വീട് വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് സാമ്പത്തികം നിങ്ങളിലേക്ക് വന്നു ചേരുന്നു. കുടുംബത്തിലെ ഒരു ഐക്യത നിങ്ങളിലേക്ക് വന്നു ചേരുന്നു. ഇത്രയും നാളും നെഗറ്റീവ് കാരണം ജീവിതത്തിൽ ഒരുപാട്
ചീറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ചില വ്യക്തികളുടെ മൈൻഡ് ഗെയിമിംഗ് കാരണം നിങ്ങളുടെ ലൈഫിൽ തെറ്റിദ്ധാരണകളും പ്രശ്നങ്ങളും ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം സോൾവായി ഒരു അനുഗ്രഹത്തിൻ്റെ ഒരു സമയമാണ് നിങ്ങൾക്ക് വന്നു ചേരുന്നത്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ 6 ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജി വന്നിരിക്കുന്നത്? എവിടെ നിന്നെങ്കിലും പണം നിങ്ങൾക്ക് കിട്ടുവാനോ കൊടുക്കുവാനോ ഉണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് തന്നെ കൊടുക്കുവാനും അതുപോലെ കിട്ടുവാനുമുള്ള സാഹചര്യം നിങ്ങൾക്കിവിടെ ഉണ്ടാകുന്നുണ്ട്. ബ്ലോക്കായി നിന്നിരുന്ന എല്ലാ സിറ്റുവേഷനും മാറുന്നു എന്നുള്ളതാണ്. ജസ്റ്റിസിന് വേണ്ടി കാത്തു നിൽക്കുന്ന ചില വ്യക്തികൾക്ക് ജസ്റ്റിസ് ലഭിക്കുന്നുണ്ട്. ഓക്കെ, ഇത് ഭൂമിയുമായി ബന്ധപ്പെട്ട്, റിലേഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണോ ഈ ഒരു നിമിഷം നിങ്ങളുടെ മനസ്സിൽ കൂടി എന്താണോ കടന്നു പോകുന്നത് ആ ഒരു കാര്യം നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. 2 ഓഫ് കപ്പിൻ്റെ എനർജി എന്തുകൊണ്ടാണ് കടന്നു വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. അൺകണ്ടീഷണൽ ആയിട്ടുള്ള സ്നേഹം പങ്കുവെക്കുന്നതിന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചില വ്യക്തികൾ കടന്നു വരുന്നു. ഓക്കെ, കുറേ നാളായിട്ട് മറ്റേതെങ്കിലും ഓപ്ഷൻ്റെ പിറകെ പോയിട്ടുള്ള നിങ്ങളുടെ വ്യക്തികളാണെങ്കിൽ, അല്ലെങ്കിൽ മറ്റു ചില വ്യക്തികൾക്ക് ജോലി സംബന്ധമായിട്ടാണെങ്കിലും ശരി തന്നെ മറ്റു ചില വ്യക്തികൾക്ക് വേണ്ടിയിട്ട് അവരാണ് ബെറ്റർ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ, നിങ്ങളെ മാറ്റി നിർത്തിയിട്ട് മറ്റു ചില വ്യക്തികളെ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങളെ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് നിങ്ങളെ ഔട്ട്സൈഡറാക്കി നിർത്തിയിരുന്ന ഒരു സാഹചര്യം നിങ്ങളുടെ ലൈഫിലോ പ്രൊഫഷണൽ ലൈഫിലോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അതിൽ നിങ്ങൾക്ക് സ്റ്റക്നെസ് ഉണ്ടായിരുന്നെങ്കിൽ ഇനി നിങ്ങൾക്കാണ് അതിനുള്ള സമയം. പ്രപഞ്ചം നിങ്ങളെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. വിശ്വസിക്കുന്നവർക്ക് മഹത്വം. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ നൈറ്റ് ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജി വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂസിൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് ഇവിടെ നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾ വന്നിരിക്കുന്നത്? ഓക്കെ, സ്റ്റക്കായിരുന്ന ചില കാര്യങ്ങൾ ഇവിടെ അവസാനിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളെ ബന്ധിച്ച് നിർത്തിയിരുന്നതായിട്ടുള്ള, അത് സാമ്പത്തികമാകാം, ജോലി സംബന്ധമാകാം, നിങ്ങളുടെ വിജയത്തിലാകാം, നിങ്ങളുടെ റിലേഷൻഷിപ്പിലാകാം, നിങ്ങളുടെ വഴികൾ മുഴുവനും അടഞ്ഞിരുന്നു എങ്കിൽ ഇനി നിങ്ങൾക്ക് സെലിബ്രേഷനുള്ള ടൈമാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ജസ്റ്റിസ് വരാൻ പോകുന്നു. ഇത്രയും നാൾ നിങ്ങളെ ഒരു അന്ധകാരത്തിലാക്കി നിർത്തിയിരുന്നു എങ്കിൽ, നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കാതെ ഒരു നെഗറ്റീവ് തോട്ടിലായിരുന്നു എങ്കിൽ, നിങ്ങൾക്ക് ഇൻജസ്റ്റിസ് നിങ്ങൾക്ക് പല സ്ഥലങ്ങളിലും വ്യക്തികളിലും നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇനി നിങ്ങൾക്ക് അവിടെ സന്തോഷമാണ് വന്നു ചേരുന്നത്. നിങ്ങൾക്ക് ജസ്റ്റിസ് വന്നു ചേരുന്നു. ഓക്കെ, നമുക്ക് നോക്കാം പ്രപഞ്ചം നിങ്ങളോട് പറയുന്ന മെസ്സേജ് എന്താണ്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഈ ഒരു റീഡിങ്ങുമായി ബന്ധപ്പെട്ട് പ്രപഞ്ചം നിങ്ങളോട് പറയുന്ന മെസ്സേജ് എന്താണ്? ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു ബ്ലെസ്സിങ് ആണ് കടന്നു വരുന്നത്. ജീവിതത്തിൽ ഒരു എൻജോയ്, സന്തോഷം കടന്നു വരാൻ പോകുന്നു എന്നുള്ള ഒരു എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ മനസ്സിനെ ഇനി ദുഃഖിപ്പിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഇപ്പോൾ ഒരുപാട് ഡൗട്ടിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ ആ ഡൗട്ടെല്ലാം നിങ്ങൾക്ക് ക്ലാരിറ്റി ലഭിക്കുന്നതാണ്. നിങ്ങളുടെ മനസ്സിനെ മൂടിയിരുന്നതായിട്ടുള്ള എന്ത് സിറ്റുവേഷൻ ആണെങ്കിലും ഇവിടെ പ്രപഞ്ചം നിങ്ങൾക്ക് അത് സന്തോഷത്തിലാക്കി തരുന്നു. ഓക്കെ, പിശാച് നമുക്ക് കൊണ്ടുവരുന്ന ഏത് നെഗറ്റീവിനെയും പ്രപഞ്ചം അത് നിങ്ങൾക്ക് നന്മയ്ക്കായിട്ട് മാറും. ഓക്കെ, നമ്മളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട്, നമ്മളെ തകർക്കാൻ വേണ്ടിയിട്ടൊക്കെ ശ്രമിക്കും. പക്ഷേ ആ ഒരു നിമിഷം നമുക്ക് പെയിൻ സിറ്റുവേഷൻ ഉണ്ടാകുമെങ്കിലും പിന്നീട് അത് മുന്നോട്ട് പോകുന്ന സമയത്ത് അന്നത് സംഭവിച്ചത് നന്നായി, അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും നല്ല ഗ്രോത്ത് ലഭിച്ചതെന്ന് നിങ്ങൾ പറയും. നിങ്ങളുടെ വാഗൊണ്ട് തന്നെ പറയുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഉണ്ടാകുമെന്നാണ് ഇവിടെ പ്രപഞ്ചം പറയുന്നത്. നിങ്ങൾക്ക് നല്ലൊരു ബ്ലെസ്സിങ് നിങ്ങൾക്ക് വരുന്നുണ്ട്. സ്പിരിച്വലായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുവാൻ പോകുന്നു. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ദയവായി എൻ്റെ ചാനൽ കൂടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു.